അങ്ങനെ ആ സന്ദർഭത്തില് ഗുഡ് മോർണിംഗ് സാർ. നീ എന്താ ആളെ കളിയാക്കണ? രാവിലെ ഒരു ഗുഡ് മോർണിംഗ് തന്നല്ലേ? അല്ല സാറിനൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. ഉള്ള വെയിറ്റ് തന്നെ എനിക്ക് താങ്ങാൻ പറ്റില്ല. നീ മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കാതെ പോയി പണി വെക്കേ. കുട്ടിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? കഷ്ടം. എക്സ്ക്യൂസ് മീ. യെസ്. നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടോ? ഉണ്ടല്ലോ മാഡം. എങ്കിലേ കടയുടെ നമ്പർ തരൂ. ഹലോ, സിറ്റി സൂപ്പർ മാർക്കറ്റ്. മിസ്റ്റർ പവൻ കെ മേനോൻ ഒന്ന് കൊടുക്കോ. 1 സെക്കൻഡ്. കോൾ സാറിനാണ്. അത്യാവശ്യക്കാരെ ആരെങ്കിലും തന്നാ മതി. ഒരു പെൺകുട്ടിയാ. പെൺകുട്ടിയാ? ആരാൻ ചോദിക്കും. ആരാ സംസാരിക്കണെന്നാ പറഞ്ഞേ? ആരെന്ന് പറഞ്ഞാലേ ഫോൺ കൊടുക്കൂ. എന്നാ പറഞ്ഞേക്കാം. പവിയുടെ ഒരു ക്ലാസ്മേറ്റാ. ക്ലാസ്മേറ്റ് ആണെന്ന്. ക്ലാസ്മേറ്റോ? അതേത് ക്ലാസ്മേറ്റ്? ഹലോ. എന്താ പവി ഇത്? പവി ഒന്ന് ലൈനിൽ കിട്ടാൻ എന്ത് പ്രയാസാ? അല്ല, ആരാ? ശരിക്കും പറഞ്ഞ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. ഓ, എന്റെ ശബ്ദവും മറന്നൂല്ലേ? മറന്നിട്ടല്ല, ഇവിടെ കുറച്ച് ബിസി ആയതുകൊണ്ട് പെട്ടെന്ന്. ശരി, സമയമില്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു ക്ലൂ തരാം. എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ആദ്യമായിട്ട് പവിക്ക് പ്രേമലേഖനം തന്ന പെണ്ണേതാ? ഓഹോ, ഷീബ. താൻ കല്യാണം കഴിച്ചതിന് ശേഷം ഇപ്പോഴാണോ വിളിക്കണത്? ആട്ടെ, തനിക്ക് കുട്ടികൾ എത്രയായി? അതിന് ഞാൻ ഷീബ അല്ലെങ്കിലോ? പിന്നേരാ? ഞാൻ റോസാണ്. റോസ്. റോസ്? ഏത് റോസ്? മറന്നൂല്ലേ? ഒക്കെ മറന്നു. കുറെ കാലം കൂടി എന്റെ ശബ്ദം കേൾക്കുമ്പോ പവി ത്രില്ലടിച്ചു പോകുന്നു ഞാൻ വിചാരിച്ചു പോയി. സാരമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ആള് തെറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് ലേശം വട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ എന്റെ കൂടെ പഠിച്ചിട്ടുമില്ല. ഈ പേരിലൊരു ക്ലാസ്മേറ്റിനെ എനിക്ക് അറിയയില്ല. സോറി, ഞാൻ കുറച്ച് ബിസിയാണ്. പ്ലീസ്. ആരെ മറന്നാലും സ്വന്തം ക്ലാസ്മേറ്റിനെ മറക്കല്ലേ മോനെ. 5ാം ക്ലാസ് വരെ കൂടെ പഠിച്ച നിന്നെ ഞാൻ മറന്നില്ലല്ലോ. അപ്പൊ പിന്നെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ച ഒരാളെ ഞാൻ മറക്കോ? അതും ഒരു പെണ്ണിനെ. അതോ, അത് അന്നെന്തെങ്കിലും ഗുലുമാല ഒപ്പിച്ചിട്ട് ഇപ്പൊ എനിക്ക് ഒന്നറിഞ്ഞൂടാന്ന് ഭാവിക്കാന്ന് ആർക്കറിയാം. പോടാ പോടാ പോ. റോസ്. No chance there. There'll be a single as Cummins comes off the boundary. So the sweep being played quite regularly now. ഹലോ ഹലോ. സോറി, ഞാൻ എന്റെ ഓളി ഒന്ന് കുറച്ചോട്ടെ. ഹലോ. പവി ഉണ്ടോ? പവി അവൻ കുളിക്കുകയാണല്ലോ. കുളിക്കുകയാണോ? എന്നാ ഒന്ന് വിളിക്കാവോ? കുളിക്കുകയാണെങ്കിൽ വിളിക്കണ്ടോ. ആരാ? ബ്രദറാ? അല്ല, ഫാദറാ. അയ്യോ സോറി, ശബ്ദം കേട്ടപ്പോ മദറാണെന്ന് കരുതി. ആരാ വിളിക്കുന്നേ? ഒരു ഫ്രണ്ട് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. വെറും ഫ്രണ്ട് അല്ലാട്ടോ, ക്ലാസ്മേറ്റാ. എന്താ പേര്? ഞാൻ റോസ്. റോസ്? അങ്ങനെ ഒരു ക്ലാസ്മേറ്റിന്റെ കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ല, എല്ലാ സമയമാകുമ്പോ പറഞ്ഞോളാം പവി എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്തു പറയാന്ന്? അയ്യോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞെന്ന് പവിയോട് പറയണ്ടോ. ഞാൻ പിന്നെ വിളിച്ചോളാം. സ്കോർ എന്തായി? ഗാംഗുലി ഔട്ടായ? നന്നായി. അവൻ ഇത്തിരി കൂടുതലാ. നിന്നെ ഇപ്പൊ ഒരു പെണ്ണ് വിളിച്ചിരുന്നു. പെണ്ണ? ഒരു റോസ്. അവൾ ഇവിടെ വിളിച്ചോ? നമ്പർ വല്ലതും തന്നാ? നമ്പരൊന്നും തന്നില്ല, പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. അവൾ എന്റെ ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞ? നോണയാ. അങ്ങനെ ഒരു പെണ്ണ് എന്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. അല്ല, എന്റെ എല്ലാ ക്ലാസ്മേറ്റ്സിനും അച്ഛൻ അറിയാലേ? അറിയാം, പക്ഷെ ഞാൻ അറിയാത്ത വല്ല റോസും ഉണ്ടെങ്കിലോ? അച്ഛാ, ശബ്ദം കേട്ടിട്ട് നല്ല സ്വീറ്റാ. കണ്ടാലെങ്ങനെയാ? അച്ഛ, ഇത് ഏതോ ഒരു പെണ്ണ് എന്നെ കളിപ്പിക്കാൻ വേണ്ടി വിളിക്കാ. എന്നെ കടയിലും വിളിച്ചിരുന്നു. അപ്പൊ നിനക്ക് ഈ റോസിനെ അറിയേയില്ല? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇത് വലിയ കഷ്ടായല്ലോ. റോജാ മലരേ രാജകുമാരി. അച്ഛാ, അച്ഛൻ എന്തിനാ ഇപ്പൊ ഈ പാട്ട് പാടിയത്? ഈ റോജാ മലരേ രാജകുമാരി. എനിക്കൊരു പാട്ട് പാടാൻ തോന്നി, പാടി. എന്താ കുഴപ്പമുണ്ടോ? തമിഴിൽ റോജ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ റോസ് എന്നാ. മലയാളത്തിലല്ല, ഇംഗ്ലീഷില്. ഇംഗ്ലീഷ്. അച്ഛൻ ഇപ്പൊ ഈ പാട്ട് പാടിയതിനർത്ഥം ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായിട്ടില്ല. അച്ഛൻ അറിയാത്തൊരു ബന്ധം എനിക്ക് അവളുമായിട്ടുണ്ട് എന്നല്ലേ? എന്നാ കേട്ടോ, എന്റെ അമ്മയാണ് സത്യം. അവൾ എനിക്ക് അറിയില്ല. ഇനി അവള് വിളിക്കട്ടെ. കള്ളി, പേരും കള്ളി. റിമോട്ടിങ് തരാൻ
അതിന് ചൂടാവണം എന്തിന്? കാതൽ റോജാവേ അച്ഛാ, എங்கே ഇനി റോജ എന്നുള്ള വാക്ക് ഈ വീട്ടിൽ കേൾക്കരുത്, കൊല്ലും ഞാൻ. രാജാ കയ്യ് വെച്ചോ. രാജാന്നല്ലേ പറഞ്ഞ, റോജാന്നല്ലല്ലോ. ആ, ഒരു പാട്ട് പാടാൻ സ്വാതന്ത്ര്യം ഇല്ലേ വീട്ടില്? ഞാൻ തന്റെ കൂടില്ല. താൻ ഈ ഫോട്ടോ നോക്ക്, എന്നിട്ട് പറ ദേ ഈ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ തന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. ആ ചെറുക്കൻ അറിഞ്ഞ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ആ, ഒരു ആത്മാർത്ഥമുള്ള കൂട്ടുകാരനോട് ഇങ്ങനെയൊക്കെയുള്ള താൻ ആ റെസ്റ്റോറന്റ് ഇരിക്കും. അവന്റെ കണ്ണ് പിടിച്ചാൽ വരാൻ പറ്റുമോ നോക്കട്ടെ. അതെ, താമസിക്കരുത്. കുട്ടി എങ്ങനെയുണ്ട് നോക്കി. ഈ കലാപരിപാടി ഒരു ദിവസം ഞാൻ എന്റെ മുതലാളിയുടെ ശ്രദ്ധപ്പെടുത്തും. അന്ന് നിന്റെ വീട്ടിൽ ഞാൻ തീ വെക്കും. സാർ ഒരു കോളുണ്ട്. ഹലോ ഹലോ. ആ, താനോ? തന്നോട് ഞാൻ ഇനി സംസാരിക്കുന്ന പ്രശ്നമില്ല. താൻ എന്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ എന്നെയും എന്റെ അച്ഛനെ വിളിച്ച് തോന്നിയ പറയല്ല, നേരിട്ട് വരെ വേണ്ടത്. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ഞാൻ അച്ഛനെ വിളിച്ചത് തെറ്റായി പോയോ? സോറി പവി. എടി കള്ളി, പെരുങ്കള്ളി. നീ ആണാണെങ്കിൽ അല്ല പെണ്ണാണെങ്കിൽ മര്യാദയ്ക്ക് മുമ്പിലേക്ക് വാടി. നിന്റെ ആണപ്പല്ലേ ഞാൻ ഇളക്കി തരാം. ധൈര്യം ഈ വാടി മുമ്പിലേക്ക്. അപ്പോ എന്നെ കാണാൻ വലിയ കൊതിയായി അല്ലേ? കൊതി നിന്റെ അപ്പൂപ്പന്റെ അപ്പനാടി. നേരിട്ട് വന്ന പൊളിയൂല നിന്റെ കള്ളക്കളി. ഡോർ ഡെലിവറി അക്കൗണ്ട്സ് ഇതുവരെ സാർ വെരിഫൈ ചെയ്തില്ല. ആരെ? സാർ ഇവിടെ. ആ, ഹലോ. എന്തോന്നും മിണ്ടാത്തെ? ആ, ഇവിടെ കുറച്ച് തിരക്കാ. പിന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, തനിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വരണം. വരുവോ? എവിടെ? വരുമോ ഇല്ലയോന്ന് പറ പ്ലീസ്. നേരിട്ട് കാണാൻ ഞാനല്ലേ ആവശ്യപ്പെട്ടത്. എങ്കിൽ സുഭാഷ് പാർക്കിൽ ഒരര മണിക്കൂറിനുള്ളിൽ എത്തണം. എന്താ, സമ്മതിച്ചോ? ഏത് നരകത്തിലാണെങ്കിലും സമ്മതിച്ചടി പുല്ലേ. നീയും ആണുങ്ങളുടെ കൈന്റെ ചൂടറിഞ്ഞിണ്ടാവില്ല. ഇന്നേൻ അറിയിച്ചാരടി കള്ളി പൂങ്കുയിലേ. ഇനി നിന്റെ ഒന്നും ഒരാവശ്യമില്ലടി. തന്റെ ജാതകം ഇപ്പോഴാണ് തെളിഞ്ഞത്. പവി വാണം വിട്ടുപോലെ എങ്ങോട്ട് പോകുന്നു കണ്ടു. താനല്ലേ പറഞ്ഞ എനിക്ക് വയസ്സായി, സൗന്ദര്യമില്ല, പെണ്ണ് കിട്ടില്ല എന്നൊക്കെ. ദേ, നല്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയിൽ കൊത്തി. അപ്പൊ ഇതിനെ കാണാൻ പോകണ്ടേ? ഈ വയസ്സിൽ തള്ളനെ തല്ലിക്കൊന്ന് വല്ല അച്ചാറുണ്ടാക്കി വിൽക്കടോ. ചലോ സുഭാഷ് പാർക്ക്, കമോൺ. യെസ് കമോൺ. എന്താ